2005 മോഡൽ വണ്ടി. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനൽ നമുക്കൊരു 88,000 കൊടുക്കാം. സ്വിഫ്റ്റ് 2000, ഇത് പുതിയ ടെസ്റ്റാണ്. 29 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് 15 ദിവസം ആവേ ഉള്ളൂ. അലോയ് വീൽസ് ഉണ്ട്. അത്രേ ആയിട്ടുള്ളൂ. ഇത് 2002 സാൻഡ്രോ AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഒരു ചെറിയ മാരുതിയുടെ പൈസ ആവേ ഉള്ളൂ. 35 രൂപ. 28 വരെ പേപ്പറും ഉണ്ട്. 2005 വണ്ടി. ടയറൊക്കെ പുതിയ കിടപ്പുണ്ട്. 29 വരെ പേപ്പറുണ്ട്. പുതിയ CF ആണ്. 2013 പ്ലസ് ആണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. ടയർ മോശമാണ്. ബാക്ക് ടയർ പിന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് ദിവസത്തിന് മുമ്പേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇനായ കാസിനകത്താണ്. തേങ്കാവിള, നെടുമങ്ങാട് എല്ലാവർക്കും അറിയാം. അവിടെ ഇത്തവണ ഒരു 39 രൂപ തൊട്ടൊക്കെ തുടങ്ങുന്ന വണ്ടികളാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 17,000 രൂപയുടെയും 30,000 രൂപയുടെയും വണ്ടി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. പാതി വഴിയായിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ബാ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. എന്താ നമ്മൾ ഓണർഷിപ്പ് ആൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യം ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ 17,000 തൊട്ട് 30,000 രൂപയ്ക്കകത്ത് വരെയുള്ള 800 കൊണ്ട് ഇറക്കും 10 എണ്ണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല. അതും പറഞ്ഞുകൊണ്ട് മെസ്സേജും വരുന്നുണ്ട്, വിളിയും വരുന്നുണ്ട്. എന്തുകൊണ്ടില്ല പറയും? ഇല്ലാത്ത കാര്യമല്ല. വഴി വർഷാപ്പിൽ അവിടെ കിടക്കണേ ഉള്ളൂ. എല്ലാം കഴിവ് തുറച്ചെടുത്തോണ്ട് വരണം. അങ്ങ് പോയി എടുക്കാൻ പറ്റും. ഇവിടെ ഉണ്ടപ്പോ എത്താറായിട്ടുണ്ട്. അപ്പൊ അതിൽ മാത്രമേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അടുത്ത വീഡിയോയിലോ അതിന്റെ അടുത്ത വീഡിയോയിലോ കാണാം. അല്ലെങ്കിൽ ഇവന്റെ ഇൻസ്റ്റ വഴിയുള്ള കോളുകൾ വന്ന് കയറി പോയാൽ അല്ലല്ല, അതില് ഇഷ്ടം പോലെ അതിൽ കോളിൽ ഇവരോട് മാരുതി ഇപ്പൊ 3 ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് അവർ നിർബന്ധിച്ച് വന്ന് പറയാമെന്ന് തന്നെ കാണിച്ചു എന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തേ. അതിൽ ഈ 17,000 രൂപ മാരുതി പറഞ്ഞത് മാത്രമേ ഞാൻ കൊടുക്കാത്ത കാണിച്ചത്. ഞാൻ കൊടുത്തില്ല, അവിടെ നിർത്തിയിരിക്കണം. പക്ഷെ അത് ഓടി എത്തില്ല. അതാണ് വർഷാപ്പിൽ ഇപ്പൊ കഴിഞ്ഞ അതിന്റെ കാർബേറ്റർ പഴയ KCT വണ്ടിയാണ്. കാർബേറ്റർ 2 കോൾ പറഞ്ഞാണ് കിട്ടായില്ല. ആ കാർബേറ്റർ വിഷയമാണ്. അതൊന്ന് മാറിയാൽ ബാക്കിയെല്ലാം ഓക്കെ. അവരൊറ്റ വിഷയമാണ് വന്നിട്ടുള്ളത്. അപ്പം ആ വണ്ടികൾ പ്രതീക്ഷിക്കുന്നവർക്ക് വലിയ ചാൻസ് ഒന്നും ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോൾ കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇത്തവണ ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എത്ര രൂപയുള്ള വണ്ടിയാണ് കാണിക്കാൻ പോകുന്നത്? ഇവിടെ നമുക്കൊരു 39,000 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അത്യാവശ്യം തോന്നെ വണ്ടി വന്ന് കിടപ്പുണ്ട്. എല്ലാം പുതുതായിട്ട് വരുന്ന വണ്ടികളായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി. കാരണം കഴിഞ്ഞ ദിവസം വേറൊരു ചേട്ടൻ വന്ന് എടുത്ത്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയിൽ ഇല്ലാത്ത വണ്ടികളായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വണ്ടികളുടെ വിശേഷം നോക്കാം. 2006 വണ്ടി. 2026 രൂപ പേപ്പർ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ് ഒരു ചെറിയൊരു വര വേണ്ടിയുണ്ട്. കാണിച്ചു വിടും. ഗ്ലാസ് വര എവിടെ കിടക്കുന്നു? കണ്ടോ അവിടെ. ഈ സൈഡിൽ അറിയാൻ പറ്റൂല. നോക്കുമ്പോൾ അറിയാല്ലേ. അടുത്തൊന്ന് നോക്കുമ്പോൾ അറിയാം. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? മൂന്നാമത്തെ ഓണർഷിപ്പ്. 1,00,000 കിലോമീറ്റർ ഓടിയ. ഫ്രണ്ട് ടയർ മുട്ടയാണ് കേട്ടോ. വണ്ടിക്കകം ഒരു ആവറേജ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെയാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തുറക്കാൻ പറ്റൂടെ? ഡോറ് തുറന്നേ. ബാക്ക് സൈഡ് വെക്കാനൊക്കെ വണ്ടി കാണാനൊക്കെ കൊള്ളാം. വൃത്തിയൊക്കെ ഉണ്ട്. അതേപോലെ പഴയ വണ്ടിയാണെങ്കിലും വലിയ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിലൊക്കെ വണ്ടി ഡീസൻ്റാണ്. അതേപോലെ ഡോർ പാഡ് കാര്യങ്ങൾ നോക്കിയാൽ വണ്ടിക്കൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഇവിടെ ചെറിയ പണിയുണ്ടല്ലോ. ഇത് ചെയ്ത് കൊടുക്കൂ? ഇല്ല, ഈ കണ്ടീഷനിലാണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് പഴയ വണ്ടിയല്ലേ കാണും. എന്തെങ്കിലും ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. ടയറൊക്കെ ആവറേജ് ആണ്. 2 ടയറൊക്കെ മോശമാണ്. കാണിച്ചു കൊടുക്കും. അത് ടയറില്ല. ടയറെങ്കിലും വാങ്ങിച്ചത് ആടെ എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണിച്ചു ഇത് കണ്ടിട്ട് വന്നാൽ മതി. ടയറെങ്കിലും വാങ്ങിച്ചിട്ടുള്ള ഫ്രണ്ട് ടയേഴ്സ് തീരെ ഇല്ല. ഈ സൈഡ് പക്ഷേ അത്രയും അങ്ങോട്ട് ഇല്ല, കുറവാണ്. ഒരു ടയറേ ഉള്ളൂ. അത്യാവശ്യം ഉള്ള ഒരു ടയർ. എത്രയാണ് ചോദിക്കുന്നത്? 38. ഇത് 2002 സാൻഡ്രോ AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഒരു ചെറിയ മാരുതിയുടെ പൈസ ആവേ ഉള്ളൂ. 35 രൂപ. 28 വരെ പേപ്പറും ഉണ്ട്. 4 പുതിയ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. കിലോമീറ്ററൊക്കെ എന്തോടി പറയാം? കിലോമീറ്ററൊക്കെ 80,000. കിലോമീറ്റർ 80. ഇതൊന്നും കിലോമീറ്റർ ചോദിക്കണ്ടണ്ണ. അല്ല എന്നാലും ഓടുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. സ്റ്റീരിയും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റീരിയൊന്നുമില്ല. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC നല്ല വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. തട്ടുമുട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. 4 അപ്പോൾ വരെ പുതിയ ടയർ കിടപ്പുണ്ട്. വണ്ടി ക്വാളിറ്റിയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല സ്റ്റീരിയോ സാധനം ഉള്ളതല്ലേ വണ്ടിയിൽ? സ്റ്റീരിയോ തന്നമാരെ കൂടി എടുത്തായിരിക്കും ഇവിടെ അവന്മാര്. ഓക്കെ. വണ്ടിക്കകം കാണാൻ വലിയ കുഴപ്പമില്ല. അതേപോലെ തന്നെ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പെയിന്റ് ഒന്നും വലുതായിട്ട് പോയതായിട്ടൊന്നും കാണുന്നില്ല. അതൊക്കെ 28 പേപ്പർ ഉണ്ട് കേട്ടോ. 28 വരെ പേപ്പറും ഉണ്ട്.
ഓക്കെ, ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വണ്ടി ഓരോ കാണാനൊക്കെ വൃത്തിയുടെ കാര്യങ്ങളൊന്നും ഇല്ല. 2012 കേട്ടോ. എത്ര ഓണർഷിപ്പ്? 2013 മൂന്നാമത്തെ ഓണർഷിപ്പ്, നാലാമത്തെ. ഓ, ടയറൊക്കെ കുറവാണ്. എത്ര ഓടി? ഒന്നിനകത്ത് ഓടിയിട്ടുള്ളൂ. ഒന്നിനകത്ത്. ബേസ് വേരിയൻ്റ് ആണല്ലേ? ഓ, AC പവർ സ്റ്റിയറിംഗ് മാത്രം. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം. സീറ്റ് കവേഴ്സ് ചെറിയ തോതിൽ കീറിയിരിപ്പുണ്ട്. അല്ലാത്ത വർഷം കൊള്ളാം, കുഴപ്പമില്ല. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? 99 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും. എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എഞ്ചിൻ റൂം തുറന്ന് കാണിക്കണോ? ബാ കാണാം. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ കൊള്ളാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാ ഇനി എഞ്ചിൻ റൂം കാണിക്കാം. ബാ. ടയർ മോശമാണ്. എല്ലാ ടയറും മോശമാണ്. മാറി കൊടുക്കുമോ? ഇല്ല. ടയറുണ്ട് എനിക്ക്. ഈ കിടക്കുന്ന കണ്ടീഷനെയാണ്. ഒറ്റ സാധനം മാറിയിട്ടില്ല, കണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെ അകത്ത് വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അഫ്രോൺ സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ക്രോസ് ബാർ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അങ്ങനെയുള്ളതൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 99 രൂപ ലാസ്റ്റ് പ്രൈസ്. ടയർ അത്യാവശ്യം ഓടാനുണ്ട് കേട്ടോ. ടയർ എടുത്തിടണം. സ്വിഫ്റ്റ് 2000, ഇത് പുതിയ ടെസ്റ്റാണ്. 29 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് 15 ദിവസം ആവേ ഉള്ളൂ. അലൈ വീൽസ് ഉണ്ട്. അത്രേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ടയേഴ്സ് കൊള്ളാം. ടെസ്റ്റിന് കൊണ്ടുപോയിട്ട് തന്നെ ടയറൊക്കെ ടയർ കിടപ്പുണ്ട്. സിംഗിൾ ഓണർ 80,000 കിലോമീറ്റർ. LXi AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട്. കിലോമീറ്റർ ജെന്യുവിൻ ആണേ. ഒന്നുമില്ല, അടയ്ക്കരുത്. നോക്കിക്കോട്ടെ. അതുകൊണ്ട് ഇവിടെ ഒന്നും സ്ക്രാച്ച് അങ്ങനെയുള്ളതൊന്നുമില്ല. അതേപോലെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കാണാനൊക്കെ അത്യാവശ്യം കൊള്ളാം. ബാക്ക് സൈഡ് നോക്കിയാലും അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ആയിരിക്കും. ആകം നല്ല വൃത്തിയുണ്ട് കാണാൻ. ഡോർ പാഡ് നോക്കുകയാണെങ്കിലും ആ രീതിയിലൊക്കെ നല്ലതാണ്. കിലോമീറ്റർ ജെന്യുവിനാണ് ചോദിച്ചില്ലേ? സർവീസ് ഹിസ്റ്ററി 82,000 കിലോമീറ്ററിൽ അടുത്ത് സർവീസ് ചെയ്തിട്ടുണ്ട്. അത് കിടപ്പുണ്ട്. കറക്റ്റായിട്ട് അതിൽ കിട്ടിയിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സർവീസ് ചെയ്ത വണ്ടിയാണ്. വേറെ കളർ ഫേഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ബ്ലാക്ക് കളർ വണ്ടി. എത്ര ചോദിക്കുന്നത്? 148. 148 ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ്. 2008 വണ്ടി, 2029 വരെ പേപ്പറിന് പുതിയ ടെസ്റ്റാണ് കേട്ടോ. ടെസ്റ്റ് താമസം ചെയ്തതാണ്. 2012 വണ്ടി. പ്ലസ് ആണ്. പ്ലസ് ഇയോൺ. 4 കരിമ്പുത്തൻ ടയർ കിടപ്പുണ്ട്. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ്. എന്തോ ഓടിയിട്ടുണ്ട്? 1 ലക്ഷം ഓടിയിട്ടുണ്ട്. 1 ലക്ഷം തയ്ച്ചോ? കഴിഞ്ഞു. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം, വൃത്തികേടൊന്നുമില്ല. അത്യാവശ്യം കണ്ടീഷനും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റീരിയോ കാര്യങ്ങളുണ്ട്. 2 ഡോർ പവർ വിൻഡോയാണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുള്ള സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ. പവർ വിൻഡോ എല്ലാം ഉണ്ട്. പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 125. ലാസ്റ്റ് പ്രൈസ്. നമുക്ക് ഉള്ളി ലാസ്റ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് പ്രൈസ് ഇല്ല, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് എന്ത് ലാസ്റ്റ് പ്രൈസ്? വന്ന് നിന്നിട്ട് ആൾക്കാർ കരയും, കൊടുക്കും. ജീവിക്കണ്ടേ? ഇത് കുറച്ച് കൊടുത്തിട്ട് അവൻ്റെ മോടെ അവന് വേണ്ട സാധനം വേണ്ടെന്ന് പറയും. ഓക്കെ. വേറെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം കേട്ടോ, വൃത്തിയൊക്കെ ഉണ്ട്. ആ രീതിയിലൊക്കെ വണ്ടി ഓക്കെയാണ്. 2011 വണ്ടി. സീരീസ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. 2ാമത്തെ ഓണർ. 1,30,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്വാളിറ്റിയുള്ള വണ്ടിയാണ് കേട്ടോ. ഇതിനൊക്കെ റീപ്ലേസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? റീപ്ലേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഹിസ്റ്ററിയിലൊന്നും ഉണ്ടെങ്കിൽ ഉണ്ട്. ഞാൻ ഇതിൽ നോക്കിയിട്ട് ഞാൻ എഞ്ചിൻ റൂം മാത്രമേ നോക്കുള്ളൂ. റീപ്ലേസിൻ്റെ കാര്യത്തിൽ നോക്കാം. അഫ്രോൺ സൈഡൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കൂലേ? വാ. റീപ്ലേസ് എന്ന് പറയുമ്പോൾ എല്ലാം വരും. ഡോർ വരും, ബോണറ്റ് വരും, ബമ്പർ വരും. ഈ ഗ്ലാസ് മാറി അതുവരെ കാണിക്കും. ഇതിൽ ഇതാണ്ട പ്രോ സൈഡൊന്നും പാസ്റ്റിംഗ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. മേജർ ഇടിയിടിച്ച വണ്ടിയൊന്നുമല്ല. അങ്ങനെയുള്ളതൊന്നുമില്ല. വേറെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇതൊന്നും സെൻറ്റൊന്നും മാറിയിട്ടില്ല. ക്രോസ് ബാറും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഇതൊന്നും മാറിയിട്ടില്ല. അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 120. 120. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും കാണാനും ഇല്ല. ഇത് ഏത് വർഷമായിരുന്നു? 2011. 10 ലാസ്റ്റ് 15 ജനുവരി ആണ്. 2025 ഡിസംബർ ജനുവരി വരെയൊക്കെ പേപ്പറുണ്ട്. 2005 വണ്ടി. ടയറൊക്കെ പുതിയ കിടപ്പുണ്ട്. 29 പേപ്പറുണ്ട്. പുതിയ CF ആണ്. ഇപ്പോൾ കഴിഞ്ഞോളോ? CF എടുക്കണം.
അതിപ്പം ഉടനെ എടുക്കും, നാളെ കൊണ്ട് എടുക്കും. വേറെ വർക്കെല്ലാം കഴിഞ്ഞ് ഇറക്കിയാണ്. 65 രൂപ പുതിയ CF എടുത്തു. പുതിയ CF എടുത്ത് 65,000 രൂപയ്ക്ക്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ മൂന്നാമത്തെ ഓണർ കിലോമീറ്റർ 1 ലക്ഷം എബോ ആയി കാണും. നമുക്കൊരു ഗ്യാരണ്ടി ആയിട്ട് പറയാനൊന്നും പറ്റൂല. ഇല്ല ഇതിലേക്ക് എങ്ങനെ ഗ്യാരണ്ടി പറയാനുള്ളൊരു പാടുകൊണ്ട് അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ഉണ്ട്. ബേസ് മോഡലാണ് അല്ലേ? AC മാത്രമേ ഉള്ളൂ. AC മാത്രമേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് 65 രൂപ ചോദ്യം. കുറച്ച് കൊടുക്കാം, ഒരു 58 രൂപ കൊടുക്കാണ് ലാസ്റ്റ് വില. 58 രൂപയ്ക്ക് കൊടുക്കുന്ന കാറാകുമ്പം ഇതേപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. സീറ്റ് കവർ ചെറുതായിട്ടൊക്കെ ഒന്ന് കീറിയിരിപ്പുണ്ട്. 58,000 രൂപയ്ക്ക് കിട്ടുന്നൊരു വണ്ടിക്ക് അത് വലിയ തെറ്റായിട്ട് എനിക്കും തോന്നുന്നില്ല. എത്ര പേപ്പറുണ്ട് പുതിയ CF എടുത്താണ്. ഓക്കെ ടയേഴ്സൊക്കെ അത്യാവശ്യം ടയേഴ്സ് 65 തന്നാലും മേടിക്കും. പക്ഷെ 58 ആണെങ്കിലും മേടിക്കും. 2010 ലാസ്റ്റ് 11 വണ്ടി i10. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയർ കിടപ്പുണ്ട്. ഓണർഷിപ്പ് എത്രയാ? മൂന്നാമത്തെ ഓണർ ആയെങ്കിലും ഈ ഡോറൊക്കെ തുറക്കാൻ നേരത്തൊക്കെ നല്ല അതിൻ്റെ ഒരു ഫീലുണ്ട്. അത് തീരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ ഈ പെയിൻ്റ് അല്ല, വേറെ എന്തോ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു കഴുകണം, വണ്ടി കഴുകണം. വണ്ടിക്കകം നോക്കുകയാണെങ്കിലും സ്റ്റീരിയോ കാര്യങ്ങളുണ്ട്. 4 പവറിൻ്റെ ആണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റീരിയോയും സ്റ്റീറിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പം തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നുമില്ല. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ. ഓക്കെ എത്ര ചോദിക്കുന്നത്? 1.15. മാഗ്ന. ഇത് മൈലേജ് ഒരു 13-14 അല്ലേ കാണത്തുള്ളൂ? അത്രയാണ്. ഓക്കെ ടയറൊക്കെ ഒരു ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ. പെയിന്റ് ഫീഡ് ഉണ്ട് കേട്ടോ. അല്ല അത് ഞാൻ ക്ലിയർ ചെയ്തു. പെയിന്റ് ഇതല്ല കേട്ടോ, അത് കഴിവില് ഇതാണ്. അത് ഞാൻ ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്തപ്പോൾ ശരിയായി കൊടുക്കും. ഓക്കെ അത് വണ്ടികൾ അവിടെ കിടക്കണുള്ളൂ. ഈ ഇറങ്ങിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. 2005 മോഡൽ വണ്ടി. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനൽ നമുക്കൊരു 88,000 രൂപ കൊടുക്കാം. എന്ത് ഓടിയിട്ടുണ്ട്? മൂന്നാമത്തെ ഓണർ 1 ലക്ഷം ഓടിയില്ലടേ, അതിനകത്ത് ഓടിയുള്ളൂ. 1 ലക്ഷത്തിനകത്തേ ഓടിയുള്ളൂ. ഡീസലാ പെട്രോളാ? പെട്രോൾ. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതിന് ഏകദേശം 20-23,000 ചിലവായിട്ടുണ്ട്. 88,000 രൂപ കൊടുക്കാം ലാസ്റ്റ്. 88 രൂപയ്ക്ക് കൊറോള. ഇതിന്റെ ഒരു മൈലേജ് എങ്ങനെയാന്ന് പറയാൻ പറ്റും? ഇതിപ്പോ 4ാമത്തെ കൊറോളാണ് ഇരിക്കുന്നത്. മൈലേജ് കുഴപ്പമില്ല, അത്രയൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. ഇത് സ്റ്റിക്കർ അല്ലേ? ആളെ പറ്റിക്കാൻ വേണ്ടി വെച്ചേക്കുക, അല്ലാതെ ടോപ്പ് തുറക്കാവുന്ന മോഡലൊന്നും അല്ല. 4 പവറിന്റെ ആണ്. 4 മണി വരെ സൺറൂഫ് ഉള്ള വണ്ടി വരും കേട്ടോ. 4 മണി വരെ നിന്ന് സൺറൂഫ് ഉള്ള വണ്ടി വരും. വേണ്ട. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത്. വണ്ടി കണ്ടിട്ട് കൊള്ളാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. എത്ര ചോദിച്ചേ? ഇത് പോളിഷ് ചെയ്താൽ കയറി വരും. പാൽവൈറ്റ് അങ്ങനെ എന്താണ് പേര്. 88 രൂപ അല്ലേ? 88. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെയാണ്. 2013 വണ്ടി. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. ടയർ മോശമാണ്. ബാക്ക് ടയർ പിന്നുണ്ട്. ഫ്രണ്ട് ടയർ മോശമാണ്. 2 ഡോർ പവർ വിൻഡോ. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം, വൃത്തിയൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 1.35. ടയറൊന്നും മാറി തരത്തില്ല. ഈ കിടക്കുന്ന കണ്ടീഷനിൽ തന്നെ ഇതിന്റെ മാറി കൊടുക്കും. അപ്പോൾ ഇതിന് എല്ലാത്തിലും മാറി കൊടുക്കാൻ പറ്റില്ല. പൈസക്കുള്ള വണ്ടികൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? ഇതൊക്കെ മാറി കൊടുക്കണോടെ. ഇത്ര എമൗണ്ട് ഉള്ള വണ്ടിയല്ലേ? ഓക്കെ. ഇപ്പൊ കണ്ണിച്ചോറുള്ള മുതലാണ് ഞാൻ. ഫോർഡ് 2011 വണ്ടി. 10. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? മൂന്നാമത്തെ ഓണർ. ഈ വണ്ടിക്ക് ഇത് ബേസ് വേരിയന്റ് ആണോ? AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം, വൃത്തിയാക്കി ഇടാത്തതിൻ്റെ കുറവേ ഉള്ളൂ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ആ രീതിയിലൊക്കെ വണ്ടി നല്ല വണ്ടി. ഡീസൽ ഒരു മൈലേജ് ഒരു 20 കിട്ടും. അതിലും മേളിൽ വരും. ഓക്കെ. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഫ്രണ്ട് ഗ്ലാസ്സിൽ വര വേണ്ടിയിട്ടുണ്ടോ?
ബാക്ക് സൈഡൊക്കെ കാണാൻ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയർ കണ്ടീഷനൊക്കെ നല്ല ടയർ കിടപ്പുണ്ട്. എവിടെ വര വീണ് കിടക്കണേ? ഫ്രണ്ടിൽ ഒരു വരയുണ്ട്. മാറി കൊടുക്കുക, മീൻ ആരെങ്കിലും വന്നാൽ ഗ്ലാസ് മാറണം പറഞ്ഞാൽ 9 രൂപ. ഓക്കെ, എത്ര ചോദ്യം? 80 രൂപ. 80 രൂപ. 2010. ഇത് 2010 ആട്ടോ. ഇത് ബാക്ക് വൈപ്പറും കാര്യങ്ങളെല്ലാം ഉള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. ടയർ മോശം. എന്ത് ഓടിയിട്ടുണ്ട്? 1 ലക്ഷത്തിനകത്ത് ഓടിയിട്ടുള്ളൂ. 1 ലക്ഷം കഴിഞ്ഞില്ല. 1 ലക്ഷം കഴിഞ്ഞിട്ടില്ല. ജെന്യൂൻ കിലോമീറ്റേഴ്സൊക്കെ ആണേ. വണ്ടിക്കകം സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ സ്ത്രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഡോർ പവറിൻ്റെ ആണോ അല്ലേ? ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഏകദേശം പണിയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണിയുള്ള വണ്ടിയാണ്, പണി എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചെയ്ത് ഏകദേശം പൈസ ആയി. എനിക്ക് ഇപ്പം റെഡിയാക്കി ഇട്ടേക്കാണ്. ബാക്കി സാധനങ്ങൾ വാരിപ്പറക്കി വെച്ചാൽ. ഇതിൽ ഈ ഭാഗത്തൊക്കെ ചെറിയ തുരുമ്പുണ്ട്, അല്ലാതെ വേറെ ഭാഗങ്ങളിലോട്ട് തുരുമ്പ് വന്നിട്ടില്ല. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ സംഭവമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ഫിഗോ 90 രൂപ. 90. ഇന്ന് മുതലാളിക്ക് എന്ത് പറ്റി മുതലാളി? ഒരു വയ്യായ്മ പോലാണല്ലേ? പനിയെണ്ണ 2 ദിവസം കൊണ്ട് കിടന്നു. സംഭാഷണത്തിൽ കേൾക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. വയ്യാതെ ഈ പറഞ്ഞ മാരുതി ഇങ്ങ് എത്താത്തത് ഇറങ്ങിക്കാൻ ഓടിയോടൊന്നും എടുക്കണം. ഇത് 2010 വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 6ാമത്തെ. 6? 11 വണ്ടിയാണേ. 11 വണ്ടിയാണേ. അത് തന്നെ 6ആയോ ഓണർഷിപ്പ്? 6. ഓണർഷിപ്പ് തകർത്ത് കളഞ്ഞു. വണ്ടിക്കകം പണിയാ ഉണ്ടോ ഈ വണ്ടി? ഇനി പണിയൊന്നുമില്ല, കംപ്ലീറ്റ് തീർത്ത വണ്ടിയാണ്. കംപ്ലീറ്റ് ആയിട്ടേ കാണാം. പെയിന്റ്, ഈ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ മോശമാണല്ലോ. അതടിക്കണം, അത് അത്രേ ഉള്ളൂ അടിക്കുക. പുതിയ ഇട്ട് കൊടുക്കൂ? അടിച്ചു കൊടുക്കുക. ഇട്ട് കൊടുക്കാം. ഓക്കെ, തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതൊക്കെ തറയൊക്കെ നല്ല, ഐ മീൻ ഫ്ലോറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സർവീസ് ചെയ്ത് എടുത്താൽ നന്നായിരിക്കും. വൃത്തിയാവുന്നുണ്ട്, കാരണം ഈ പെയിൻറ്റ് വർക്കൊക്കെ ചെയ്തതിൻ്റെ ആയിരിക്കാം. ആ രീതിയിൽ കുറച്ച് പരിപാടികളുണ്ട്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ. ആവറേജ് ടയറാണ് ഇത്. പുതിയ ടയറ്. പുത്തൻ ടയറാണോ? പിന്നെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം, വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ടോപ്പ് ആംഗിൾ ഇത് വർക്ക് ചെയ്യാറുണ്ട്, അല്ലാതെ ഇതല്ല കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് തുരുമ്പല്ല, മേളിൽ ഉണ്ടായിരുന്ന ആ സ്പോഞ്ച് സംഭവങ്ങളെടുത്ത് കളഞ്ഞതിൻ്റെ. അല്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒട്ടിക്കാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഒട്ടിക്കാണ്ടോ? ഒട്ടിക്കാണ്ട്. അതൊക്കെ ചെയ്ത് കൊടുക്കൂ. താണ്ട് കിടക്കണം. മാറ്റി വെച്ചിട്ട് ഒട്ടിക്കാണ്ട്. ഓക്കെ. ടയർ കൊള്ളാം, ടയറൊക്കെ നല്ല ടയേഴ്സാണ്. ആവറേജ് അല്ല, ഞാൻ സോറി കണ്ടതിന് മിസ്റ്റേക്കാണ്. എത്ര ചോദിക്കുന്നത്? അത് നിങ്ങൾ പറഞ്ഞു ആയിപ്പോയി. എല്ലാ ടയർ ആവറേജ് പറഞ്ഞു. എത്ര ചോദിക്കുന്നത്? 90 രൂപ. 90. 2011 വണ്ടിയാണ്. പക്ഷേ ഓണർഷിപ്പ് 6 ആയില്ലേ? ഓണർഷിപ്പ് 6 ആയതുകൊണ്ടല്ലേ 90 രൂപയ്ക്ക് വില പറഞ്ഞാൽ. അല്ലെങ്കിൽ 2011 വണ്ടി എത്ര ചോദിക്കണം? ഇവിടെ 1 രൂപ ഫിനാൻസ് കയറി പോകുന്നത്. അതാ അടക്കുന്ന മേളിൽ ചെയ്യാനുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. മുതലാളി അതൊക്കെ ചെയ്ത് തരും. അതേപോലെ തറയൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്തിടാം. ഒന്നും കുഴപ്പമില്ല. ഓക്കെ. ഇത് നേരത്തെ വീഡിയോയിലെല്ലാം വന്നിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോൾ ആവശ്യത്തിനൊക്കെ എടുത്തിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ്. ഏതാ വർഷം? ഏതാ മറന്നുപോയി. 2005 സിംഗിൾ ഓണർ വണ്ടി. അടുത്ത വർഷം ഡിസംബർ വരെ പേപ്പറുണ്ട്. അടുത്ത വർഷം കാച്ചൂറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണെങ്കിൽ തന്നെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ. വണ്ടി ഓടിക്കാൻ നന്നായിരിക്കും. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ വണ്ടി സർവീസിന് ഇതാണ് പോയിട്ട്. വർക്ക് ചെയ്യുമോ? ഇല്ല, ഈ കാണുന്ന കണ്ടീഷൻ വർക്ക് ചെയ്ത് ഈ കാണുന്ന കണ്ടീഷനിൽ 87 രൂപ കൊടുക്കാം ലാസ്റ്റ്. വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ എടുത്ത വിലയാണ് കേട്ടോ. പുതിയ ഇൻഷുറൻസിന് എടുത്തിട്ടുണ്ട്. 1 ലക്ഷം വണ്ടിയാണ്. 95 ചോദിച്ചു. അത് കഴിഞ്ഞിപ്പോൾ 87,000 കൊടുക്കുകയാണ്. ഫ്ലോറ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി കാണാൻ ആ രീതിയിലൊക്കെ വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ഈ പാച്ച് വർക്ക് ഒന്നും ചെയ്തെടുക്കണം. ഞാൻ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. ഈ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ കിടക്കൂടെ കാലകാലം. AC ഒക്കെ വർക്ക് ചെയ്യോ? AC എല്ലാം വർക്ക് ചെയ്യണം. AC പവർ സ്റ്റിയറിംഗ് അതെല്ലാം വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള വേറെ ഒരു പ്രശ്നമില്ല. ഡോറിൻ്റെ ഭാഗങ്ങൾ നോക്കിയാലും ഒക്കെ നല്ല വൃത്തിയാണ്. പക്ഷെ ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗം മാത്രം വർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. ഫ്ലോറ് കാര്യങ്ങളൊക്കെ ഫോമാറ്റും കാര്യമൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 87.
80. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിലവിലൊന്നുമില്ല, ഒറ്റ കൊണ്ടാണ്, സിംഗിൾ കൊണ്ടോ വണ്ടി. പെട്രോൾ ഡിസംബർ പേപ്പർ ഡീസൽ. ഓ 1 ലക്ഷം കഴിഞ്ഞല്ലോ. ഓ ഇത് കാണിച്ചെന്നെ കുഴപ്പമില്ല. അല്ല അപ്പൊ പിന്നെ ഇത് ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയോ? അതൊക്കെ വാങ്ങിച്ചിട്ട് ആൾ നോക്കണം, നമ്മൾ മാറിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ഇച്ചിരിയൊക്കെ തുരുമ്പ് കാര്യങ്ങൾ ഈ വണ്ടിയുണ്ട്. ഇത് ചെയ്തെടുക്കണം. ഇത് ഈ പ്ലാറ്റ്ഫോം ഒക്കെ വെട്ടിയിട്ട് ഒരു 10 രൂപ വർക്കേ വരുള്ളൂ. തന്നാൽ ഞാൻ ചെയ്ത് കൊടുക്കാം. സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റില്ല വണ്ടി, അതൊക്കെയാണ് വിഷയങ്ങൾ. അതാണ് കുഴപ്പം. അപ്പം എടുക്കുന്നവർ ഒരു 10 രൂപ മുടക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു വണ്ടിയായിരിക്കും. സൈഡിൽ 2010 വണ്ടിയാണ് കേട്ടോ. അടുത്ത വർഷം 6 മാസം വരെ പേപ്പറുണ്ട്, വണ്ടി കൊള്ളാം, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? രണ്ടാമത്തെ. എത്ര? രണ്ടാമത്തെ ഓണർ. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, എന്നാൽ ഒരുപാടില്ല താനും. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ഓവറോൾ കാണാനും ഒക്കെ കൊള്ളാം, വണ്ടി വൃത്തിയാണ് കാണാൻ. അതുപോലെ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. സീറ്റ് കവേഴ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. AC ഒക്കെ വർക്ക് ചെയ്യുമല്ലോ? AC വർക്കിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും ഒക്കെ വൃത്തിയാണ്. ടോപ്പ് നോക്കിയാലും ഒക്കെ അതൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അത് കുഴപ്പങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഡോർ പാഡ് നോക്കിയാലും അത്യാവശ്യം നല്ല ഡോർ പാഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ ഈ ഭാഗത്തായിട്ട് മാത്രം ചെറിയൊരു തുരുമ്പുണ്ട്, അല്ലാതെ വേറെ പറയത്തൊക്കെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതേ ഉള്ളൂ, തുരുമ്പായിട്ട് ഞാൻ കണ്ട അത് മാത്രമേ ഉള്ളൂ. ഓരോ വണ്ടി കാണാനൊക്കെ കൊള്ളാം. എന്നാണ്ട് ഈ ബാക്ക് സൈഡ് ഈ പൊട്ടിപ്പോയത് ക്ലിയർ ചെയ്യുമോ? അതാണ് ഈ സംഭവം. ഇങ്ങനെയാണെങ്കിൽ എത്ര രൂപ ചോദിക്കുന്നത്? 95 രൂപ. അപ്പം നന്നാക്കി കൊടുക്കുകയാണെങ്കിലോ? ഇതൊരു 2 രൂപ പണി, 2-3 രൂപ ഗ്യാസ്, 98 രൂപ കൊടുക്കും. 98. ഈ കണ്ടീഷനിലാണെങ്കിൽ 95, പണിഞ്ഞിട്ടാണെങ്കിൽ 98. ടയർ മോശമാണ്, ഒരുപാടങ്ങ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ടയറാണെങ്കിൽ മുട്ടയാണ്. ഓക്കെ, വേറെ അപാകതകൾ? അടിപൊളി ടയർ, കണ്ണാടി കണക്ക് ഇരിക്കുന്ന കണ്ടില്ലേ? മുട്ട ടയർ, ഇതാണ് കണ്ണാടി കണക്ക് ഇരിക്കുന്നത്. ഇങ്ങനെ മുട്ട അല്ല കണ്ണാടി. ഇത് വർക്ക് ചെയ്യുമോ? ഇത് ഈ പെയിന്റ് പോയത് ഇതെല്ലാം ചെയ്ത് കൊടുക്കുക. 1 ലക്ഷം രൂപ ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക. 1 ലക്ഷം രൂപ. ഓ ഇത് അവർ ടെസ്റ്റിന് എന്തായാലും അവർക്ക് ചെയ്യണം. ഇപ്പോഴേ നമ്മൾ ചെയ്ത് എന്തിനു വെറുതെ അതിന്റെ പൈസ കളയണം? ടെസ്റ്റ് ഒക്കെ ഇനി ഒരു 6 മാസം പേപ്പർ. അപ്പം നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ ഇഷ്ടംപോലെ വണ്ടികൾ ഇത്തവണ ഉണ്ടായിരുന്നു. ചില വണ്ടിക്കൊക്കെ ചെറിയ രീതിയിൽ തുരുമ്പുണ്ട്, അത് ഞാൻ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് വർക്ക് ചെയ്ത് തരാം എന്നും പറഞ്ഞിട്ടുണ്ട്. വർക്ക് ചെയ്യാതുള്ളതിന് നല്ല വില ഇടിവ് വെച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വീഡിയോ ആയിരുന്നു വിശ്വസിക്കുന്നു. ഇന്നായയുടെ വീഡിയോ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിക്കരുത്. ഇവിടെ വണ്ടി വന്നു കഴിയുമ്പോൾ അവൻ വിളിക്കും. ഇത്രയെങ്കിലും വണ്ടികളില്ലാതെ എങ്ങനെയാണ് നമ്മൾ വന്ന് വീഡിയോസ് ചെയ്യുന്നത്? അപ്പം ഒരു 10 വണ്ടിയെങ്കിലും കിട്ടിയാലല്ലേ ഈ വിളിച്ചു ചോദിക്കുന്ന എല്ലാവർക്കും വണ്ടി കിട്ടുള്ളൂ. മിക്കവാറുള്ളവർ ഏതെങ്കിലും 1, 2, 3 വണ്ടികളായിരിക്കും കണ്ടിന്യൂസ് ആണെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ കൊണ്ട് ഉപകാരമില്ല. ഇപ്പോൾ 5-6 വണ്ടികളായിരുന്നെങ്കിൽ ഇതൊരു 10-12 വണ്ടി ചെയ്യുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ വണ്ടികൾ പോകുമല്ലോ. പിന്നെ ടവേറ വണ്ടി നല്ലതാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ തുരുമ്പ ഡോർ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും പുള്ളിയുടെ ഫാമിലി കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓടത്തില്ലെന്നൊന്നും ആരും പേടിക്കേണ്ട. അതുകൊണ്ട് വിശ്വസിച്ച് വന്ന് വണ്ടി എടുക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്നുള്ള വിശ്വാസത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.